നമ്മുടെയൊക്കെ ഉള്ളിലൊരു മണി ബ്ലോക്ക് ഉണ്ടോ എന്ന ഒരു ആത്മപരിശോധനയാണ് ഇന്നത്തെ സെഷൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. ആർ യു റെഡി? യെസ്. എന്താണ് മണി ബ്ലോക്ക് എന്ന് പറയുന്നതിന് മുൻപ് എന്താണ് മണി എന്ന് പറയേണ്ടതുണ്ട്? എന്താണ് ഫൈനാൻസ്? ജീവിതം സമൃദ്ധമാവണം എന്ന് ആഗ്രഹിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും ബേസിക് ആയി പറഞ്ഞാൽ അത് ഇമോഷൻസ് ആണ്. 5 കാരണങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യൻ സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഫിയർ ആണ്. തന്റെ പ്രശ്നങ്ങൾ തീർക്കണമെങ്കിൽ തനിക്ക് പണം വേണം. ആ ഭയത്തിൽ നിന്നും സമ്പാദിക്കുവാനുള്ള മോഹം മനുഷ്യന്റെ മനസ്സിലുണ്ടാവുന്നു. രണ്ടാമത്തേത് എമ്പതിയാണ്. മറ്റുള്ളവരെ സഹായിക്കണമെങ്കിൽ എനിക്ക് പണം വേണം. മറ്റുള്ളവർ എന്നെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. അവർക്ക് സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ പണം വേണം. മൂന്നാമത്തേത് എന്റെ സുരക്ഷയാണ്, എന്റെ സേഫ്റ്റിയാണ്. എന്റെ സേഫ്റ്റിക്ക് എനിക്ക് പണമുണ്ടായേ പറ്റൂ. അല്ല എങ്കിൽ ഞാൻ പ്രയാസത്തിലായേക്കാം. ഇതാണ് മൂന്നാമത്തെ ഒരു മനുഷ്യന് മണി റിക്വയർമെന്റ് നടത്തുന്ന ഇമോഷൻസിന്റെ മൂന്നാമത്തേത്. നാലാമത്തേത് എനിക്ക് എൻജോയ് ചെയ്യണം. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ആ ആസ്വദിക്കണമെങ്കിൽ പണമുണ്ടായേ പറ്റൂ. ആ ആസ്വാദനത്തിന് വേണ്ടി എന്റർടൈൻമെന്റിനും എൻജോയ്മെന്റിനു വേണ്ടി പണം കണ്ടെത്താനുള്ള മാർഗം അന്വേഷിക്കുന്നു. അഞ്ചാമത്തേത് പ്രസ്റ്റീജിയസ് ആണ്. എനിക്ക് അഭിമാനത്തോടുകൂടി കഴിയാൻ പറ്റണം. ഇതെന്റെ ഒരു അഭിമാന പ്രശ്നമാണ്. ഞാൻ ഇന്ന വാഹനത്തിൽ സഞ്ചരിക്കണം. എന്റെ വീട് ഇങ്ങനെയാവണം. എന്റെ മകളുടെ കല്യാണം ഇങ്ങനെയാവണം. പ്രസ്റ്റീജിയസ് ആയ ഒരു കാര്യത്തിന് വേണ്ടി സമ്പാദിക്കുവാനുള്ള മോഹം മനുഷ്യന്റെ മനസ്സിലുണ്ടാവുന്നു. അടിസ്ഥാനപരമായി ഈ 5 കാര്യങ്ങളാണ് എല്ലാ മനുഷ്യരെയും വേട്ടയാടുന്നത്. ഈ 5 കാര്യങ്ങൾ വേട്ടയാടപ്പെടേണ്ടതാണ്. നമ്മളെ ഈ 5 കാര്യങ്ങൾ വേട്ടയാടുന്നില്ല എങ്കിൽ അത് വലിയ പ്രശ്നമാണ്. ഒരാൾക്ക് ഒരു ഫിയറുമില്ല. ജീവിതം എങ്ങനെയായാലും അതിനെ അഭിമുഖീകരിക്കാം എന്നതാണ് അയാളുടെ മൈൻഡ് സെറ്റ് എങ്കിൽ സ്വാഭാവികമായും അയാളിൽ സമ്പാദിക്കുവാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല. കഴിഞ്ഞ സെഷനിൽ ഒരാൾ ഫീഡ്ബാക്കിൽ വളരെ മനോഹരമായ ഒരു ചിന്ത പങ്കുവച്ചിരുന്നു. നീഡും പ്രസ്റ്റീജിയസും തമ്മിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നിടത്തുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. ആ മാനസികാവസ്ഥ എന്താ? എനിക്ക് നല്ല ഒരു വാഹനവും നല്ല ഒരു വീടും വേണം എന്നത് പലരും പ്രസ്റ്റീജിയസ് ആയിട്ട് കാണുന്നു. അത് യഥാർത്ഥത്തിൽ അതൊരു നീഡാണ്. അത് ഏറ്റവും മിനിമം ഒരു മനുഷ്യന്റെ ആവശ്യമാണ്. അടിസ്ഥാന ആവശ്യമാണ്. ആ അടിസ്ഥാന ആവശ്യം നമ്മുടെ ഉള്ളിൽ അങ്ങനെ അടിസ്ഥാനമായി കയറിയിട്ടില്ല. എന്തുകൊണ്ട്? ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം. അതാണ് പാഠപുസ്തകം നമ്മളെ പഠിപ്പിച്ചത്. ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം. ആരാണ് ഈ പാഠപുസ്തകം രചിച്ചത്? തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്റെ പരിസരങ്ങളിൽ നടന്ന് യാത്ര ചെയ്ത മനുഷ്യർ എഴുതി വെച്ച പുസ്തകങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ചാർട്ടിൽ ഒരിക്കലും ഒരു വാഹനം എന്നത് കടന്നു വന്നില്ല. അപ്പം അടിസ്ഥാന ആവശ്യങ്ങൾ എന്നതിനെ തന്നെ അതിൽ നിന്ന് ചിലതിനെ മാറ്റിയിട്ട് അത് അഭിമാനവും ആത്മാഭിമാനത്തിന്റെയും പട്ടികയിലേക്ക് മാറ്റിയപ്പോൾ യഥാർത്ഥത്തിൽ അടിസ്ഥാനത്തിന്റെ മാനദണ്ഡം നഷ്ടപ്പെട്ടു. അടിസ്ഥാനത്തിന്റെ മാനദണ്ഡം നഷ്ടപ്പെട്ടാൽ പിന്നെ അയാൾക്ക് യാതൊരു അടിസ്ഥാനവും ഉണ്ടാവുകയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജീവിതത്തിൽ എനിക്ക് വേണ്ടത് എന്താണ്, അതിനപ്പുറം എനിക്ക് നേടാവുന്നത് എന്താണ് എന്നതിന്റെ ഒരു മാനദണ്ഡം മാറുന്നിടത്താണ് ഒരു മനുഷ്യന്റെ മണി ബ്ലോക്കുകൾ വരാനുള്ള ആദ്യത്തെ പ്രശ്നം. ഒരു ഉദാഹരണം, 30-ാം തീയതിക്കുള്ളിൽ എനിക്ക് ഒരാൾക്ക് ഇത്ര രൂപ പണം കൊടുക്കണം എന്ന് ഒരാൾ നിശ്ചയിക്കുന്നതും ഇത്ര രൂപ ഉണ്ടെങ്കിൽ കൊടുക്കാം എന്ന് നിശ്ചയിക്കുന്നതും 2 മാനസികാവസ്ഥയാണ്. ആ 2 മാനസികാവസ്ഥക്ക് അനുസരിച്ചാണ് നമ്മുടെ കൈകളിലേക്ക് പണം വരുന്നത്. സൈക്കോളജി ഓഫ് മണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതൊരു അട്രാക്ഷൻ തിയറിയാണ് എന്നതാണ്. നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് പണം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ ശ്രമിക്കുന്നില്ല എങ്കിൽ അതൊരു ബ്ലോക്കാണ്. ആ ബ്ലോക്ക് എവിടെ നിന്നുണ്ടായതാ? നിനക്ക് എന്തു പറഞ്ഞാലും പൈസയാണ്. പൈസ 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 എന്നല്ലാത്തൊരു ചിന്തയും നിനക്കില്ല. ഇത് നമ്മൾ നിരന്തരമായി സമൂഹത്തിൽ നിന്ന് ആരിൽ നിന്നൊക്കെയോ കേട്ടതാണ്. ശരിയാണല്ലോ? ആരിൽ നിന്നൊക്കെയോ പരിസരങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ പരിസരങ്ങളിൽ നിന്ന് കേൾക്കുന്ന ഇത്തരം കമന്റുകൾ
നമ്മുടെ മൈൻഡ് സെറ്റ് രൂപപ്പെടുത്തുന്നതിൽ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ സെഷനിൽ നമ്മൾ സംസാരിച്ച 3 കാര്യങ്ങൾ. ഒന്ന് നമ്മുടെ പാരന്റിങ് അഫർമേഷൻ. ആ പാരന്റിങ് അഫർമേഷനും അതുപോലെ നമ്മുടെ പരിസരവും ഈ 2 തലങ്ങളിൽ നിന്ന് നിരന്തരമായി നമ്മൾ കേട്ട പല കാര്യങ്ങളിൽ നിന്നും നമ്മളുടെ മനസ്സിലേക്ക് ചില ഫീലിങ്സുകൾ അല്ലെങ്കിൽ ഇമോഷൻസുകൾ അത് ബിലീഫ് സിസ്റ്റമായിട്ട് മാറി. അതാണ് അതിൽ ഏറ്റവും അപകടകരമായ കാര്യം. വിശ്വാസം അതല്ലേ എല്ലാം എന്നത് വെറും ഒരു പരസ്യവാചകമല്ല. മറിച്ച് അതിന്റെയൊക്കെ അപ്പുറത്ത് നമുക്ക് മുറിച്ചു മാറ്റാൻ കഴിയാത്ത, നമുക്കൊരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത, എങ്ങനെ ആലോചിച്ചാലും കണ്ടെത്താൻ കഴിയാത്ത പല കാര്യങ്ങൾ. ഉത്തരം ചോദിച്ചാൽ ഇല്ലാത്ത കാര്യങ്ങൾ. അവക്കാണ് വിശ്വാസം എന്ന് പറയുക. ഒരു ഉദാഹരണം. നമ്മൾ വ്യത്യസ്ത മതക്കാരാണ്. ഈ മതത്തിന്റെ വ്യത്യസ്തമായ ചടങ്ങുകളെ കുറിച്ച് പുറം ലോകത്ത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. എന്തിനാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് അതിന്റെ ബാഹ്യമായ തലത്തിൽ നിന്ന് ചിന്തിച്ചാൽ അതിന് യാതൊരു ഉത്തരവും കിട്ടില്ല. അതെന്തുകൊണ്ടൊക്കെയാണ് ആ രീതിയിലൊക്കെ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ല. എന്നാൽ അതെന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ വിശ്വാസം കൊണ്ട് ചെയ്യുന്നു എന്നത് മാത്രമാണ് അതിന്റെ ഉത്തരം. അല്ലെങ്കിൽ അതിന്റെ ഉത്തരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലല്ല അതുള്ളത്. അതിന്റെയും അപ്പുറത്താണ് അതിന്റെ ചിന്ത. ചുരുക്കി പറഞ്ഞാൽ വിശ്വാസപരമായ ഒരു കാര്യം, സമ്പത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ബിലീഫ് സിസ്റ്റത്തിലേക്ക് വന്നാൽ പിന്നെ അതിനെ പൊളിച്ചു മാറ്റുക എന്നത് നമ്മൾ സ്വയം തീരുമാനിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകൂ. മറ്റൊരാൾക്ക് അതിൽ ഇടപെടാൻ കഴിയില്ല. നമ്മൾ സാധാരണ പറയാറുണ്ട്, അത് വിശ്വാസപരമായ പ്രശ്നമായതുകൊണ്ട് നമ്മൾ അതിൽ ഇടപെടുന്നില്ല. ഗവൺമെന്റ് ഒരു ഉത്തരവ് ഇറക്കുമ്പോൾ അത് പറയാറുണ്ട്, എന്ത്, അതൊരു കമ്മ്യൂണിറ്റിയുടെ ബിലീഫ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് നമ്മൾ അതിൽ ഇടപെടുന്നില്ല. ക്ലിയർ ആണല്ലോ? ആ ബിലീഫ് സിസ്റ്റത്തിൽ ആർക്കെ ഇടപെടാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ ആർമി ലോകത്തെ ഏറ്റവും അധികം ചിട്ടയോടുകൂടി കഴിയുന്ന ഒരു ഓർഗനൈസേഷൻ പ്ലാറ്റ്ഫോമാണ്. അതിനകത്ത് ഒരു സിഖുകാരൻ പ്രവേശിച്ചാൽ അവന് ഒരു നിർബന്ധവുമില്ല അവൻ സ്- ആർമിയുടെ നിയമപ്രകാരമുള്ള തൊപ്പി ധരിക്കണമെന്ന്. ഇന്ത്യൻ ആർമിയിലും കേരള പോലീസിലും മാൻഡേറ്ററി ആണ് അദ്ദേഹം താടി വെക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ അത് ആർക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട്? ഈ വിഭാഗത്തിന് ഇളവ് കൊടുത്തിട്ടുണ്ട്. എന്തേ അതിന്റെ കാരണം? ഇസ് എ പാർട്ട് ഓഫ് ബിലീഫ്. ഈ ബിലീഫ് സിസ്റ്റം നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയാൽ അത് ഏതൊരു വിഷയത്തിലായിരുന്നാലും അതിനെ പൊളിച്ചു മാറ്റുക എന്നുള്ളത് ആ വ്യക്തിയുടെ സ്വയംബോധത്തിൽ നിന്ന് മാത്രം ആരംഭിക്കുന്നതാണ്. അങ്ങനെ ഒരു സ്വയംബോധത്തിൽ നിന്ന് ആരംഭിച്ചുവോ പിന്നെ അദ്ദേഹത്തിന് അതിന്റെ ഉള്ളറകളെ കുറിച്ചും അതിന്റെ പൊള്ളത്തരങ്ങളെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. ഇവിടെ നമ്മളുടെ ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന് പൊളിച്ചു മാറ്റേണ്ട ഒരു പാറ്റേൺ, ആ പാറ്റേൺ എന്താ? ഫൈനാൻസിനെ കുറിച്ച് നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയ തെറ്റായ ബിലീഫ് സിസ്റ്റങ്ങൾ. ആ ബിലീഫ് സിസ്റ്റം നമ്മളെ തകർക്കുന്നതാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനമായ ഒരു കാര്യം, ഇപ്പൊ ബിലീഫ് സിസ്റ്റങ്ങളില് നോർമലി ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്ന, ബാധിക്കുന്ന ബിലീഫ് സിസ്റ്റങ്ങൾ വളരെയധികം വ്യത്യസ്തമാണ്. ഈ ബിലീഫ് സിസ്റ്റങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം ക്രെഡിറ്റ് ആണ്. വളരെ രസകരമായ ഒരു വീഡിയോ വിഷയത്തിൽ കണ്ടിട്ടുണ്ട്. 3-ാം ക്ലാസ്സിലായപ്പോ തന്നെ ടീച്ചർ അപ്പുറന്ന് കടമെടുക്കാനാണ് പഠിപ്പിച്ചത്. പിന്നെ 65-ാം വയസ്സ് വരെ ആ കടമെടുക്കുന്ന രക്ഷപ്പെടാൻ ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു. മാത്സ് പഠിപ്പിക്കുന്ന വിഷയത്തിലാണ് ആ രസകരമായ കമന്റ് ഉള്ളത്. ഏഹ് 5-ൽ നിന്ന് 8 പോകൂല, അതുകൊണ്ട് അപ്പുറത്തുനിന്ന് ഒന്ന് കടമെടുക്കാം. ആ കടമെടുക്കൽ അന്ന് തുടങ്ങിയതാണ്, ഇതുവരെ ആ കടത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല എന്നതാണ് ഒരാളുടെ വീഡിയോ. സത്യത്തിൽ കടമെടുക്കൽ, ക്രെഡിറ്റ് സിസ്റ്റം എന്നത് ഒരു ലൈഫ് പാറ്റേൺ ആണ്, ഒരു ബിലീഫ് സിസ്റ്റമാണ്. അത് ചിലരുടെ ലൈഫിൽ നോക്കിയാൽ അറിയാം. അവർ സ്ഥിരമായി പറ്റു മേടിക്കുന്ന ഒരു കട, അവരുടെ പോക്കറ്റിൽ പണമുണ്ട്, അപ്പം മേടിക്കുന്നത് 100 രൂപയുടെ സാധനമാണ്, പക്ഷെ അത് കൊടുക്കുന്നില്ല. അതവിടെ എഴുതി വെച്ചോ, അത് ഞാൻ തരാം. അതെന്താ? ക്രെഡിറ്റ് ഓറിയന്റഡ് ആയ ഒരു ലൈഫ് പാറ്റേണിനെ ബിലീഫ് സിസ്റ്റം ആക്കി വന്ന ഒരു വ്യക്തിക്ക് പിന്നീട് ഒരിക്കലും ആ ക്രെഡിറ്റിൽ നിന്ന് തിരിച്ചു കടക്കാൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ബ്ലോക്ക് ആയിട്ട് ഈ ക്രെഡിറ്റ് വന്നിട്ടുണ്ട്. ഈ ക്രെഡിറ്റ് വരാനുണ്ടായ കാരണം എന്താ? നേരത്തെ പറഞ്ഞ അഫർമേഷനും അദ്ദേഹത്തിന്റെ എൻവിയോൺമെന്റും. ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ വന്നയാൾ ഒരിക്കലും അതിൽ നിന്ന് മുക്തമാവുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല.
ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നില്ല. ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ 60ഓളം ബിസിനസ്സുകാരുള്ള ഒരു പ്ലാറ്റ്ഫോമില് ക്രെഡിറ്റ് ഇല്ലാത്ത എത്ര പേരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ 2 പേർ മാത്രമാണ് കൈപൊക്കിയത്. എന്നാൽ അവരൊക്കെ അക്കൗണ്ടിൽ നല്ല പണമുള്ളവരാണ് എന്നതാണ് അതിൽ ഏറ്റവും വിചിത്രമായ കാര്യം. എന്തേ കാരണം? ക്രെഡിറ്റ് ഓറിയന്റഡ് ആയ ഒരു സിസ്റ്റമാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടത്. എന്റെ കയ്യിലുള്ള പണം ഇപ്പോ തന്നെ അങ്ങോട്ട് കൊടുത്തിട്ട് എന്റെ ബാധ്യതകൾ തീർക്കേണ്ടതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ക്രെഡിറ്റ് സിസ്റ്റം. അതിന്റെ അപകടം ഏതു പാർട്ടിലാണ്? അതിന്റെ അപകടം എനിക്കൊരാവശ്യം വന്നാൽ ക്രെഡിറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ എന്റെ മുൻപിലുണ്ടല്ലോ. പണയം വെക്കാനുള്ള ഓപ്ഷൻ എന്റെ മുൻപിലുണ്ടല്ലോ. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ എന്റെ മുമ്പിലുണ്ടല്ലോ. ഒരു ഓപ്ഷൻ അവരുടെ മുൻപിൽ കിടക്കുകയാണ്. നിങ്ങൾ എന്തിനാ ക്രെഡിറ്റ് കാർഡ് എടുത്തത്? ഒരു സേഫ് അല്ലേ? ഒരാവശ്യം വന്നാലോ? ഒരാവശ്യം വന്നാലോ എന്ന ചോദ്യമാണ് അവിടെയുള്ളത്. ഇത് ഓരോ വിഷയത്തിലും നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ ഭാഗം ക്രെഡിറ്റ് ഓറിയന്റഡ് ലൈഫ് പാറ്റേൺ ആണ്. ഈ പാറ്റേണിനെ നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എന്തിനാണ് നമ്മൾ സാൻഡ് ബോക്സിന്റെ പ്ലാറ്റ്ഫോമിൽ ഈ വിഷയം ഡിസ്കഷന് വിധേയമാക്കുന്നത്? ഒരു മനുഷ്യൻ ഏറ്റവും പ്രധാനമായി ലോകത്ത് എല്ലാ മനുഷ്യരും പണം കണ്ടെത്തുവാനുള്ള വഴികൾ അന്വേഷിക്കുന്നുണ്ട്. ആ വഴികൾ അന്വേഷിക്കുന്നതിൽ അവർ ഫോളോ ചെയ്യുന്ന ചില പാറ്റേണുകളുണ്ട്. ആ പാറ്റേൺ നേരത്തെ നമ്മളൊരു സെഷനിൽ സംസാരിച്ചതാണ്. ഏറ്റവും ബേസിക്കും ഏറ്റവും കൂടുതൽ ആളുകളും ഫോളോ ചെയ്യുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്റെ സമയവും എന്റെ അധ്വാനവും ചിലവഴിച്ചിട്ട് ഞാൻ പണം ഉണ്ടാക്കുക. അതാണ് കോമൺ കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യുന്ന ഏറ്റവും പ്രധാനമായ മെജോറിറ്റി ബിലീഫ് സിസ്റ്റത്തിന്റെ പാറ്റേൺ. എനിക്ക് പണം കിട്ടണമെങ്കിൽ എന്റെ സമയവും എന്റെ അധ്വാനവും ഞാൻ ചിലവഴിക്കണം, എങ്കിലേ എനിക്ക് പണം കിട്ടൂ. അതാണ് കോമൺ ബിലീഫ് സിസ്റ്റം. അതിനാണ് എംപ്ലോയ്മെന്റ് എന്ന് പറയുക. മറ്റുള്ളവർക്ക് വേണ്ടി സമയവും അധ്വാനവും ചിലവഴിച്ച് അതിൽ നിന്ന് പണം സമ്പാദിക്കുന്ന രീതിയാണ് എംപ്ലോയ്മെന്റ്. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പണവും മറ്റുള്ളവരുടെ അധ്വാനവും മറ്റുള്ളവരുടെ സമയവും ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ട് പണം ഉണ്ടാക്കുക. ഒന്നാമത്തേത് എന്റെ അധ്വാനവും എന്റെ സമയവും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിച്ചിട്ട് പണം ഉണ്ടാക്കുക. രണ്ടാമത്തേത് മറ്റുള്ളവന്റെ മറ്റുള്ളവന്റെ സമയവും അവന്റെ അധ്വാനവും എനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ട് ഞാൻ പണം ഉണ്ടാക്കുക. എന്ന് പറഞ്ഞാൽ ആരാണോ മറ്റൊരാൾക്ക് വേണ്ടി പണിയെടുക്കാൻ പരിശ്രമിക്കുന്നത് അവനെ ഞാൻ ഹയർ ചെയ്യുന്നു, അവനെ കൊണ്ട് എനിക്ക് വേണ്ടി പണിയെടുപ്പിക്കുന്നു. ആ പണിയെടുത്തിട്ട് ഞാൻ അവന് പണം കൊടുക്കുന്നു, ഞാൻ അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. ക്ലിയർ? അതാണ് ബിസിനസിന്റെ ഒരു മോഡല്. മൂന്നാമത്തെ ഒരു മോഡൽ എന്ന് പറയുന്നത് എന്റെ പണം എനിക്ക് വേണ്ടി പണം ഉണ്ടാക്കുന്നു. നാലാമത്തെ ഒരു പോർഷൻ ഉണ്ട്, നമ്മൾ ഇവിടുത്തെ ചർച്ചയിൽ പ്രസക്തമല്ല. എന്റെ പണം എനിക്ക് വേണ്ടി പണിയെടുത്തിട്ട് പണം ഉണ്ടാക്കുന്നു. നമ്മൾ ഇവിടെ നോക്കേണ്ടത് ഫസ്റ്റ് പാർട്ടിൽ നിന്ന് സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ വരാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് പല കമ്മ്യൂണിറ്റിയിലും ഡയറക്റ്റ് സെല്ലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമന്റ് നിങ്ങളുടെ ജോലിയോടൊപ്പം നിങ്ങൾക്ക് ഏറ്റെടുക്കാവുന്ന ഒരു ബിസിനസ്. ഹലോ, നിങ്ങളുടെ ജോലിയോടൊപ്പം നിങ്ങൾക്ക് ഏറ്റെടുക്കാവുന്ന ഒരു ബിസിനസ് എന്ന് പറയാനുള്ള കാരണം എന്താ? പ്രധാനം ജോലി തന്നെ. ഇത് പ്രൊമോട്ട് ചെയ്യുന്നവരുടെ ബിലീഫ് സിസ്റ്റം കൊണ്ടല്ല, മറിച്ച് ഏറ്റെടുക്കാൻ വരാൻ സാധ്യതയുള്ളവരുടെ ബിലീഫ് സിസ്റ്റം എന്താ? എന്റെ ജോലി വിട്ടിട്ടുള്ള ഒരു പരിപാടിയുമില്ല, എന്റെ ജോലി വിട്ടിട്ടുള്ള ഒരു പരിപാടിയും എനിക്കില്ല. ഇവിടെ ഒരു ദിവസം 5,000 റുപ്പീസ് സീലിങ്ങും ജനറേഷൻ ഇൻകവുമായിട്ട് അതിന്റെ 10 ഇരട്ടിയും വാങ്ങാനുള്ള അവസരം ഇവിടെ ഉണ്ടാകുമ്പോ ഞാൻ ഒരു മാസം പണിയെടുത്താൽ കിട്ടുന്നത് ചിലപ്പോൾ 3 ഡേയ്സ് സീലിങ്ങിന്റെ എമൗണ്ട് ആയിരിക്കും. എന്നാലും ഞാൻ അത് വിട്ടിട്ട് ഇതിനു വേണ്ടി എഫേർട്ട് എടുക്കാൻ തയ്യാറാകുന്നില്ല. കാരണം എന്താ? അതെന്റെ ബിലീഫ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഞാൻ എന്റെ സേഫായ ഒരു സോണിൽ നിന്ന് മുക്തനാവാൻ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ശ്രമിക്കുന്നില്ല. അപ്പോ ചില ആളുകൾ പറയാറുണ്ട്, ആളുകളുടെ ചോദ്യമാ പ്രശ്നം. ജോലി ഒഴിവാക്കിയിട്ട് മറ്റു ചെറിയ ചെറിയ ഡീലിങ്സ്, മാനേജ്മെന്റ്, മീഡിയേറ്റേഴ്സ് ബിസിനസ്സിലൊക്കെ ഇടപെട്ട ആളുകള് ചിലപ്പോൾ മാസത്തിൽ 2 ദിവസം അവർക്ക് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. ആ 2 ദിവസം കൊണ്ട് ഒരു മാസം പണിയെടുത്തതിനേക്കാൾ അവരെന്ത് ചെയ്യും? സമ്പാദിക്കും. പക്ഷെ ആളുകൾ അവരെന്ത് ചെയ്യൂല, ബാക്കി 28 ദിവസം വെറുതെ ഇരിക്കാൻ അനുവദിക്കൂല.
ഹലോ. കാരണം എന്താണ് വേറെന്തെങ്കിലും ചെയ്തൂടെ എന്ന ചോദ്യമാണ് അവരുടെ മനസ്സിലേക്ക് പലപ്പോഴും എന്തായി മാറുന്നത്? ഒരു ചോദ്യചിഹ്നമായി മാറുന്നത്. ഇവിടെയാണ് ഒന്നാമത്തെ ബ്ലോക്ക് ആയ ക്രെഡിറ്റ് ഓറിയന്റഡ് സിസ്റ്റം, രണ്ടാമത്തെ ബ്ലോക്കായ എംപ്ലോയ്മെന്റ് സിസ്റ്റം. ഈ എംപ്ലോയ്മെന്റ് സിസ്റ്റത്തിന്റെ ലോക്കിനകത്താണോ നമ്മൾ ഉള്ളത്? ആ ലോക്കിനകത്താണ് ഉള്ളത് എങ്കിൽ അത് കൈ ഇതുപോലെ ലോക്കാക്കിയത് പോലെയാണ്. പിന്നെ അതൊരിക്കലും എന്ത് തരാൻ പറ്റുന്നില്ല, തിരിച്ചെടുക്കാനോ തിരിച്ചു വരാനോ പറ്റിക്കൊള്ളും എന്നില്ല. കാരണം നമ്മുടെ ഉള്ളിൽ കയറിയ ബിലീഫ് സിസ്റ്റം അത്തരം ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യാൻ ഏറ്റവും ഉചിതമായത് എന്ന് നമ്മളെ ബോധ്യപ്പെടുന്നത്. ആ ബോധ്യത്തിൽ നിന്ന് നമ്മൾ തിരിച്ചു വരേണ്ടത് എങ്ങനെയാ? നമ്മൾ നമ്മൾ രക്ഷപ്പെടണം എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴാണോ പ്രവേശിക്കുന്നത്, ആ നിമിഷം മുതൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ കഴിയൂ. ആ മുക്തിക്ക് ആ മുക്തിയാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും പ്രധാനമായി ഇന്നത്തെ സെഷനിൽ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ക്രെഡിറ്റ് ഓറിയന്റഡ് ആയ ഒരു പാറ്റേണിൽ ഞാൻ ബ്ലോക്ക്ഡ് ആണോ? രണ്ടാമത്തേത് എംപ്ലോയബിലിറ്റി എന്ന ബ്ലോക്കിനകത്ത് ഞാൻ ലോക്ക്ഡ് ആണോ? മൂന്നാമത്തേത് നെഗറ്റീവായ സെൽഫ് ടോക്കുകളുണ്ട്. നെഗറ്റീവായ സെൽഫ് ടോക്കുകൾ. ഞാൻ എത്ര ശ്രമിച്ചാലും ഈ രീതിയിലൊക്കെ എനിക്ക് പോകാൻ കഴിയും. ഇതിന്റെ അപ്പുറമൊന്നും എന്റെ പൊട്ടൻഷ്യൽ പെട്ടതല്ല. കാരണം എനിക്ക് അതിനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. ആ കപ്പാസിറ്റി ഉയർത്താൻ എനിക്കൊരിക്കലും സാധ്യമായതല്ല. വളരെ രസകരമായ ഒരു കഥയുണ്ട്. ഒരു 6ാം ക്ലാസ് പഠിക്കുന്ന പയ്യന് പുതിയൊരു ക്ലാസ് ടീച്ചർ വന്നു. ആ ക്ലാസ് ടീച്ചർ ഈ പയ്യന് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോ സി എന്ന് പറയാൻ ഇവനാവുന്നില്ല. അപ്പം ഇലക്ട്രിക്കിറ്റി എന്നാണ് ഈ കുട്ടി പറയുന്നത്. അപ്പൊ ഇവന്റെ പ്രൊനൗൺസ് കേട്ടപ്പോ ടീച്ചറിന് അതിലെന്തോ ഒരു മിസ്സിംഗ് ഉണ്ടല്ലോ. അവനെ വീണ്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കി. എങ്ങനെ പ്രാക്ടീസ് ചെയ്താലും അവൻ പറയുന്നത് ഇലക്ട്രിക്കിറ്റി തന്നെയാണ്. അപ്പോ രക്ഷിതാവിനെ വിളിച്ചു. അവനിപ്പോഴേ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് അത് പ്രയാസമായിരിക്കും. അപ്പം രക്ഷിതാവ് ഇത് കേട്ടിട്ട് യാതൊരു അത്ഭുതവും ഇല്ലാതെ ഹരിശേഷം പറഞ്ഞു, ഞാൻ നേരത്തെ ഞെട്ടിയതാണ് എന്ന് പറഞ്ഞില്ലേ, എന്നതുപോലെ ഒരു ഫീലിങ്സും ഇല്ലാതെ നിൽക്കുന്നു. അപ്പം ഈ ടീച്ചർ വീണ്ടും ചോദിച്ചു, എന്താണ് നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല? എന്താണ് അതിന്റെ പ്രശ്നം? അത് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വലിയ പ്രയാസമുള്ള വിഷയമാണ്. അപ്പൊ ഈ പേരന്റ് പറഞ്ഞു, അവനക്ക് അതിനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അത് നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യേണ്ടതില്ല, മറ്റുള്ളവരുടെ ഇടയിൽ പബ്ലിക്കിറ്റി ആക്കേണ്ടതില്ല എന്ന് ആ രക്ഷിതാവ് ആ ടീച്ചറോട് റെസ്പോണ്ട് ചെയ്തു എന്നാണ്. ചില സിസ്റ്റങ്ങൾ ട്രഡീഷണലി നമുക്ക് കിട്ടുന്നതാണ്. ആ ബിലീഫ് സിസ്റ്റങ്ങളിൽ നിന്ന് നമുക്ക് മുക്തമാവണമെന്നുണ്ട് എങ്കിൽ നമ്മൾ അത് എങ്ങനെ വന്ന വഴി എന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം. കാരണം ആ വന്ന വഴി കണ്ടെത്തിയില്ല എങ്കിൽ പിന്നെ നമ്മളെ ബിലീഫ് നമ്മൾ എന്ത് ചെയ്യും? ഒരു തവണ നമുക്കിതിൽ അടി കിട്ടിയാൽ പിന്നെയും നമ്മൾ പഴയ ബിലീഫ് സിസ്റ്റത്തിലേക്ക് തിരിച്ചു പോകും. അതാണ് അതിന്റെ ഏറ്റവും വലിയ അപകടകരം. ഒരു തവണ ഈ പ്രശ്നം നമ്മൾ വീണ്ടും ഫേസ് ചെയ്താല് വീണ്ടും നമ്മൾ പഴയ ബിലീഫ് സിസ്റ്റത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവേണ്ടി വരും. കാരണം നമ്മുടെ എൻവിയോൺമെന്റ് നമ്മളെ അതിനൊരിക്കലും എന്ത് ചെയ്യില്ല, അനുവദിക്കില്ല. അതാണ് അതിലെ ഏറ്റവും അപകടകരമായ കാര്യം. ആ എൻവിയോൺമെന്റ് അനുവദിക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അതിൽ നിന്ന് മുക്തമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. മൂന്നാമത്തെ കാര്യം നെഗറ്റീവായ പേഴ്സണൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നെഗറ്റീവ് സെൽഫ് ടോക്കുകളാണ്. നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന ചില സെൽഫ് ടോക്കുകളുണ്ട്. ആ സെൽഫ് ടോക്കുകൾ ഏതെങ്കിലും നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ? എന്താണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ അതിന്റെ ഒരു ടോണ് പറഞ്ഞു. ടോൺ എന്താ? അക്കൗണ്ടിൽ ബാക്കിയൊന്നും വേണ്ടില്ലായിരുന്നു, കാര്യങ്ങൾ നടന്നു പോയാൽ മതിയായിരുന്നു. ഹലോ. ഇത് നമ്മൾ നെഗറ്റീവ് ടോൺ ആയിട്ടല്ല കാണുന്നത്. നോർമലി ബാങ്ക് ബാലൻസ് വേണ്ടില്ലായിരുന്നു, ബാധ്യതകളില്ലാതെ നീങ്ങിപ്പോയാൽ മതിയായിരുന്നു. യെസ്, ഇത് നെഗറ്റീവാണ്. അപ്പം നമ്മൾ നമുക്ക് തന്നെ ഒരു ലിമിറ്റ് അവിടെ എന്ത് ചെയ്തു, സെറ്റ് ചെയ്ത് വെച്ചു. എനിക്ക് ഇതിലപ്പുറം വേണ്ട, ഈ ലിമിറ്റിലേക്ക് എത്താൻ അടവുകൾ അടഞ്ഞു പോയാൽ മതിയായിരുന്നു. അത് നമ്മൾ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ലിമിറ്റാണ്. അതിന്റെ മുകളിലേക്ക് ഒരിക്കലും അതിനെത്താൻ കഴിയില്ല. പരുന്തല്ലാതെ മറ്റൊരു പക്ഷിയും കാർമേഘങ്ങൾക്കു മീതെ പറക്കാറില്ല. അതിന്റെ കാരണം
അവർക്കതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടല്ല. കാർമേഘങ്ങൾക്കു മീതെയാണ് പറക്കേണ്ടത് എന്ന ബിലീഫ് സിസ്റ്റം അവർക്കില്ലാത്തത് കൊണ്ടാണ്. ഹലോ. പ്രായമായി തളർന്ന പരുന്തും കാർമേഘങ്ങൾക്കു മീതെ പറക്കും. പരുന്തിനെ നമുക്ക് വിടാം. ഏറ്റവും സിമ്പിൾ. നമ്മുടെ നാട്ടിൽ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കണ്ട തെങ്ങ് കയറുന്ന ചില ആളുകൾ, തെങ്ങ് കയറിയ ആളുകൾക്ക് അറിയാം അതിന്റെ എഫേർട്ടും അതിന്റെ റിസ്ക്കും മസിൽ പവറും എത്രത്തോളം റിക്വയർമെന്റ് ഉള്ളതാണ് എന്ന്. പക്ഷെ ആ ആളുകൾ 60ഉം 65ഉം വയസ്സായിട്ടും അതേ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മ കറക്റ്റ്? എന്തുകൊണ്ടാണ്? അവരുടെ ഫിസിക് ഒരിക്കലും സത്യത്തിൽ അതിനെ അവരെ അനുവദിക്കുന്നില്ല. അവരെ അനുവദിക്കുന്നത് അവരുടെ ശരീരം പണ്ട് വഴങ്ങിയ ആ ബിലീഫ് പാറ്റേൺ അതിന്റെ അടുത്തെത്തുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് കയറിപ്പോയിക്കോളും എന്ന ബിലീഫ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അത് സാധ്യമാകുന്നത്. എത്രയോ മൈലുകൾ താണ്ടി നടന്ന് കുരിശേറ്റി അങ്ങ് വരെ പോകുന്ന ആളുകൾ, ജീവൻ അങ്ങ് എത്തി ഒരു നിരക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഉറച്ച വിശ്വാസം കൂടെയുള്ളവർക്കുണ്ടായിട്ടും ഉംറക്കോ ഹജ്ജിനോ പോകുന്ന ആളുകൾ, അവരൊക്കെ അവിടെ പോയി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പറയുന്ന ചില വാക്കുകളുണ്ട്. ഇത്ര ഉഷാറായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്ങനെ ചെയ്യാൻ പറ്റിയത്? അതൊരു ബിലീഫ് പാറ്റേണിന്റെ ഭാഗമാണ്. ഇതെനിക്ക് ചെയ്തിരിക്കണം, ചെയ്തേ പറ്റൂ, ഇതെന്റെ ഒരു ഐഡിയൽ ഓപ്പർച്യൂണിറ്റിയാണ് എന്നൊരു ബിലീഫ് പാറ്റേൺ അവരുടെ ഉള്ളിൽ കയറിയത് കൊണ്ട് ആ സമയത്ത് അവരവരുടെ ഫിസിക്കിനെ മറക്കുന്നു, അവരവരുടെ എൻവിയോൺമെന്റിനെ മറക്കുന്നു, അവരവരുടെ പരിമിതികളെ മറക്കുന്നു. ഇതാണ് അക്ഷരാർത്ഥത്തിൽ അവിടെ ഉണ്ടാകുന്ന ഈ ഇമ്പാക്റ്റിന്റെ കാരണം. ഈ വലിയ ട്രാൻസ്ഫോർമേഷൻ ക്രിയേറ്റ് ആവുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഉള്ളിലുള്ള ബ്ലോക്കുകൾ ഒരു കുറഞ്ഞ സമയത്തേക്കെങ്കിലും മാറ്റിവെക്കാൻ വിശ്വാസപരമായ വിഷയങ്ങളിൽ നമുക്ക് സാധ്യമാകുന്നു. അപ്പൊ വിശ്വാസം എന്നുള്ളത് മതപരമായ വിഷയങ്ങളിൽ മാത്രമല്ല, നമ്മൾ നമ്മളെ കുറിച്ച് പറയുന്ന വാക്കുകൾ നമ്മുടെ ഉള്ളിലെ ഏറ്റവും വലിയ ബിലീഫ് സിസ്റ്റമാണ്. ആ ബിലീഫ് സിസ്റ്റം നമ്മളായിട്ട് നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത വലിയ മതിലുകളാണ്, വൻമതിലുകളാണ്. ആ വൻമതിലുകളാണ് അക്ഷരാർത്ഥത്തിൽ നമ്മളെ തടഞ്ഞു നിർത്തുന്നത്. ഒരു ചെറിയ 4 വരി കെട്ടിയ ഒരു കല്ലിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ചാടാൻ കഴിയില്ല എന്ന വിശ്വാസമാണ് നമുക്കുള്ളത് എങ്കിൽ ആ വിശ്വാസമാണ് നമ്മളെ തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനെ ഡയറക്റ്റ് സെല്ലിങ്ങുമായിട്ട് നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്തേക്കുക. ഞാൻ ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഒരുപാട് ഫേമിൽ വർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് കഠിനാധ്വാനത്തിന്റെ ഒരു ബെനിഫിറ്റ് ലഭിക്കുക എന്നതിലപ്പുറം ഒരു അൺകൗണ്ടബിൾ ആയ ഇൻകത്തിലേക്കും ഒരു പാസീവ് ഇൻകത്തിലേക്കും എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് ഡയറക്റ്റ് സെല്ലിങ്ങിൽ നിന്ന് ഒരു രക്ഷ എനിക്ക് സാധ്യമാകും എന്ന് എനിക്കൊരിക്കലും വിശ്വാസമില്ല. ഇത് പല ആളുകളുടെയും ഉള്ളിൽ കയറി കിടക്കുന്ന ബിലീഫ് പാറ്റേൺ ആണ്. കാരണം എന്താ? നമ്മൾ തൊട്ടതൊക്കെ വെള്ളത്തിലായിട്ടേ ഉള്ളൂ. ഇതിനൊന്നും എനിക്ക് രക്ഷ നേടാൻ പറ്റിയിട്ടില്ല. ഈ ഇന്നലകളിലെ തിക്താനുഭവങ്ങൾ ഫ്യൂച്ചറുമായി നമ്മൾ കണക്ട് ആവുന്നു. അതാണ് മൈൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഐ റിപ്പീറ്റ്, ഇന്നലകളിലെ തിക്താനുഭവങ്ങൾ ഇന്നലകളെ മാത്രം സ്വാധീനിക്കുന്നതാണ്. ഫ്യൂച്ചറിസ്റ്റിക്കുമായി അതിന് യാതൊരു ബന്ധവുമില്ല. ക്ലിയർ ആണല്ലോ? അവിടെ നമ്മൾ നോക്കേണ്ടത് ന്യൂറോ സയൻസ് ആണ്. എന്താണ് അതിന്റെ ന്യൂറോ സയൻസ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ മൈൻഡ് എപ്പോഴും നമ്മളെ ഒരു കാര്യം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഇന്നലകളിലെ അനുഭവങ്ങളുമായി അതിനെ നമ്മളെ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. മനസ്സ് നമ്മളെ പ്രചോദിപ്പിക്കും. ഇന്നലകളിലെ അനുഭവവുമായി മനസ്സ് അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ ന്യൂറോ സയൻസിന്റെ ഒരു പാത്വേ എന്ന് പറയുന്നത് അതൊന്നും അതിൽ ബാധകമല്ല. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് അതിനെക്കുറിച്ച് എന്താണോ നമ്മൾ ചിന്തിക്കാൻ തയ്യാറാകുന്നത് അതിനനുസരിച്ച് നമ്മുടെ മുൻപിൽ അത് ഓപ്പർച്യൂണിറ്റി കാണിച്ചു കൊണ്ടുവരും. അതിനാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു റെഡ് കാർ എടുക്കാൻ തീരുമാനിച്ചാൽ കാണുന്ന റെഡ്, നമ്മൾ വീട് പണി നടക്കുന്നുണ്ടെങ്കിൽ പോകുന്ന വഴിയിൽ മുഴുവൻ വീട് പണി നടക്കുകയാണ്. നമ്മളെ വീട്ടിലേക്ക് നമ്മുടെ തൊട്ടടുത്ത് ഒരു പോസ്റ്റ് ഒടിഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റ് ഒടിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോകുന്ന വഴിയിലൊക്കെ ഒടിഞ്ഞ ഇലക്ട്രിസിറ്റി പോസ്റ്റ് കാണാം.
അത് നമ്മുടെ പോസ്റ്റ് ഒടിഞ്ഞുകൊണ്ട് നാട്ടിൽ മുഴുവൻ ഒടിഞ്ഞതല്ല. മറിച്ച് നമ്മുടേത് ഒടിഞ്ഞിട്ട് 2 ദിവസം പവർ ഇഷ്യൂസ് വന്നപ്പോഴാണ് നമ്മുടെ അറ്റൻഷനിലേക്ക് അത് വന്നത്. ആർ യു വിത്ത് മീ? ഈ അറ്റൻഷനിലേക്ക് വരുന്നത് നമ്മളുടെ ഉള്ളിൽ എന്താണോ വർക്കൗട്ട് ആകുന്നത് അതാണ് നമ്മുടെ അറ്റൻഷനിലേക്ക് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ചില വൻമതിലുകളെ പൊളിച്ചു മാറ്റുക എന്നതാണ് പുറത്തു നിന്ന് ഒരു മണി അട്രാക്ഷൻ നമ്മിലേക്ക് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ്. നമ്മളുടെ കയ്യിൽ ഒരു പാത്രമുണ്ട്. ആ പാത്രം രാജാവ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എല്ലാവരെയും വിളിച്ചതാണ്. രാജാവ് എല്ലാവർക്കും സ്വർണ്ണ നാണയം വിതരണം ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ പാത്രവുമായി വരിക എന്ന് പറഞ്ഞു. ചെറിയ കുട്ടികൾ ചെറിയ കപ്പുമായി ചെന്നു. ചില ആളുകൾ കവറുമായി ചെന്നു. ചില ആളുകൾ ചാക്കുമായി ചെന്നു. ചില ആളുകൾ വലിയ ബാരലുമായി ചെന്നു. ചില ആളുകൾ വലിയ ട്രാക്ടറുമായി ചെന്നു. നമ്മൾ എന്തുമായിട്ടാണോ ചെല്ലുന്നത് അതിലേ നമുക്ക് നിറച്ചു നൽകുന്നത്. നമ്മളുടെ ഉള്ളിലുള്ള സമൃദ്ധിയുടെ അളവിന്റെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു എന്താ പറഞ്ഞിരുന്നത്, മണി ബാസ്കറ്റ് പോലെ മണി കണ്ടെയ്നർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് സൈക്കോളജിയിൽ. സൈക്കോളജി സൈക്കോളജി ഓഫ് മണിയിൽ മണി കണ്ടെയ്നർ. നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ പാത്രമുണ്ട്, ആ പാത്രം വളരെ ചെറുതാ. ഒരു ദിവസം നമുക്കൊരു മെസ്സേജ് വന്നു, ക്രെഡിറ്റഡ് 1,00,000 rupees. മാറിയതാവോ? അതിന്റെ അടിയിലുള്ള ഡോട്ട് വിട്ടുപോയതായിരിക്കും. നമ്മൾ തന്നെ കൺഫ്യൂഷൻ ആണ്. കാരണം എന്താ, 1,00,000 എനിക്ക് ക്രെഡിറ്റ് ആവാനുള്ള സാധ്യത ഇല്ലല്ലോ. ഹലോ, എന്തെയാ ബിലീഫ് വരാനുള്ള കാരണം? എനിക്ക് 1,00,000 അയക്കാൻ പറ്റിയ ആരുമില്ല. ഞാൻ 1,00,000ന്റെ എഫേർട്ട് എവിടെ എടുത്തിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു ഇൻകം വരാനുള്ള ഒരു സാധ്യതയുമില്ല. നമ്മുടെ ഉള്ളിൽ നമ്മൾ ഈ ബ്ലോക്ക് എന്ത് ചെയ്തു വെച്ചു? നിങ്ങൾക്ക് യു വോൺ 5,00,000 rupees സ്ക്രാച്ച് ആൻഡ് വിൻ നൗ എന്ന് പറഞ്ഞു വരുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഉള്ളിൽ ഓപ്പർച്യൂണിറ്റിയുടെ ഒരു എൻക്വയറി ഉണ്ട് എന്നാണ് അതിനർത്ഥം. അങ്ങനത്തെവർക്ക് മാത്രമേ മെസ്സേജ് വരൂ. നമ്മുടെ ഉള്ളിൽ ഓപ്പർച്യൂണിറ്റിയുടെ ഒരു എൻക്വയറി ഉണ്ട്. പക്ഷെ ഈ 4 മെസ്സേജ് നമ്മൾ റിജക്ട് ചെയ്യണം. ഇത് ഇന്നെ ബാധിക്കുന്നില്ല, ഇത് ഇന്നെ സ്വാധീനിക്കുന്നില്ല, ഇത് എനിക്കുള്ളതല്ല, ഇത് തട്ടിപ്പാണ് എന്നും. അത് ഒരു പക്ഷെ തട്ടിപ്പ് മെസ്സേജ് ആയിരിക്കാം, അതല്ല വിഷയം. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇതൊന്നും എനിക്കുള്ളതല്ല. ചില ആളുകളെ കണ്ടിട്ടുണ്ടാ, നാട്ടിൽ ഏത് നറുക്കെടുപ്പത്തെടുത്താലും അവർക്ക് ഫസ്റ്റ് കിട്ടും. അത് അവരുടെ അഫർമേഷൻ കൊണ്ടല്ല, നാട്ടുകാർ മുഴുവൻ അവർക്ക് അഫർമേഷൻ കൊടുക്കുക. എന്താ? ഓ, നീ ഇത് കൂടി ഉണ്ടാ, ഇനിയിപ്പോ നമ്മളതിന് നോക്കേണ്ടതില്ല. ചില ആളുകളോട് മറ്റുള്ളവർ പറയും. അപ്പൊ എല്ലാരും കൂടി അവർക്ക് അഫർമേഷൻ ചെയ്ത് കൊടുത്തു. നിങ്ങൾ നോക്കൂ, ഫുട്ബോളില് ചില വളരെ ശ്രദ്ധേയമായ ചില കിക്കുകൾ അത് ആ ഗാലറിയുടെ അല്ലെങ്കിൽ ബാറിന്റെ ഒക്കെ ബോർഡർ വിട്ട് പോയതായിരിക്കും. എന്നിട്ടും അത് ആ പോസ്റ്റിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതില് റൊണാൾഡോയുടേതാണ് എന്റെ ഓർമ്മ. അതിനെപ്പറ്റി പഠനം നടത്തിയ വളരെ ശ്രദ്ധേയമായ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ അതിനൊരു സൈക്കോളജിക്കൽ ടേം ഉണ്ട്, ഞാനത് മറന്നുപോയി. അതെന്തുകൊണ്ട് വെച്ചാല് ഗാലറിയുള്ള 10,000-കണക്കിന് ആളുകൾ ആ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ പാളി നോക്കുകയാണ്. ആ പോസ്റ്റിന്റെ ഉള്ളിലേക്കാണോ അത് പോകുന്നത്? ഇത്രയും ആളുകളുടെ പ്രകൃതിയുടെ ഒരു എനർജി ഉണ്ട്. ഇത്രയും ആളുകളുടെ എനർജിയാണ് ആ ബോളിനെ ആ പോസ്റ്റിനകത്തേക്ക് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റിയാലും ഇല്ലെങ്കിലും അതൊരു സൈക്കോളജിക്കൽ ആസ്പെക്ട് ആണ്. നമ്മൾ ഒരാളുടെ കാലിൽ നിന്ന് തൊടുത്തുവിട്ട പന്തിനെ നിയന്ത്രിക്കുവാൻ പബ്ലിക്കിന്റെ മെന്റൽ എനർജിക്ക് സാധ്യമാണ് എന്നതാണ് സയൻസും ന്യൂറോ സയൻസും. നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട പന്തിനെ, എറിഞ്ഞ കല്ല് ഉന്നം എന്നൊക്കെ നമ്മൾ പണ്ട് പറയാറുണ്ട്. എറിഞ്ഞ കല്ലിന്റെ ഉന്നം മാറ്റാൻ കഴിയും. ആർക്ക് മാറ്റാൻ കഴിയും? നാച്ചുറൽ എനർജി നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുമെങ്കിൽ. എനർജി പവർ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ശക്തമായ ഒരു കാര്യമാണ്. ഈ എനർജി പവർ പുറത്തേക്ക് വരണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ എനർജി, ഇതാണ് മെഡിറ്റേഷനിലൂടെ പല ടൈപ്പ് തെറാപ്പികളിലൂടെയൊക്കെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് എനർജി പവറാണ്. ഈ എനർജി പവർ വരണമെങ്കിൽ ഉള്ളിൽ ഒരു ബ്ലോക്കുമില്ല, ഒരു ചൈന വൻമതിലും നമ്മുടെ ഉള്ളിൽ മണിയെ അട്രാക്ട് ചെയ്യുന്നതിന് തടസ്സമായ ഒരു ബ്ലോക്കുമില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. 4-മത്തെ ഫൈനാൻഷ്യൽ ബ്ലോക്ക് എന്ന് പറയുന്നത് ഫിയർ ഓഫ് സക്സസ് ആണ്. ഞാൻ രക്ഷപ്പെടാൻ സാധ്യതയില്ല. പാരമ്പര്യമായിട്ട് ഞങ്ങൾ രക്ഷപ്പെടുന്ന കുടുംബമല്ല. ചില ആൾക്കാർ പറഞ്ഞ ഡയലോഗാ,
പാരമ്പര്യമായിട്ട് ഞങ്ങൾ ദരിദ്രരാകാൻ വേണ്ടി വിധിക്കപ്പെട്ട ആളുകളാണ്. നമ്മൾ ഒരിക്കലും രക്ഷപ്പെടാൻ എന്തില്ല, സാധ്യതയില്ല. ഫിയർ ഓഫ് സക്സസ്. വിജയം എന്നുള്ളത് നമ്മുടെ ഡയറിയിൽ എഴുതി വെച്ച കാര്യമേ അല്ല. അത് മറ്റാർക്കോ വേണ്ടി എഴുതി വെച്ചതാണ്. അതുകൊണ്ട് എനിക്കൊരിക്കലും വിമുക്തി സാധ്യമല്ല എന്ന ഒരു ബിലീഫ് പാറ്റേൺ, ഒരു മതിലായി. എന്താണ് ഈ ബിലീഫ് പാറ്റേൺ? നമ്മൾ ഒരു കാര്യം വിശ്വസിക്കുന്നു, ആ വിശ്വസിച്ച് അതിന്റെ മുകളിൽ ന്യൂറൽ പാത്വേകളിൽ ഒരു കവർ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് പറയാം. ആ കവർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ ആ കവറിന് അകത്ത് നിന്ന് ഒരിക്കലും ആ ബിലീഫിനെ പൊളിക്കാൻ നോർമലി കഴിയില്ല. അയാൾ സെൽഫ് അവെയർ ആകുന്ന ഒരു സ്റ്റേജ് എത്തുന്നത് വരെ. സെൽഫ് അവെയർ ആകുന്ന ഒരു സ്റ്റേജിൽ എത്തിയാൽ അയാൾക്ക് ബോധ്യപ്പെടും, ശരിയാണ്. അവരുടെ പേര് ഞാൻ മറന്നു. ന്യൂറോ സയൻസിന്റെ ചില ഭാഗങ്ങൾ നേരത്തെ നമ്മളെ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് മൈൻഡ് റീ എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട ഒരു തലമാണ്. അതിന്റെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. ആ കവർ പൊളിച്ചു മാറ്റണമെങ്കിൽ പിന്നെ അദ്ദേഹം സ്വയം നിശ്ചയിക്കണം. ആ സ്വയം നിശ്ചയിക്കുന്ന പൊളിയിൽ നിന്നു മാത്രമേ നമ്മുടെ ഉള്ളിലെ ബ്ലോക്കിനെ നമുക്ക് മാറ്റാൻ കഴിയും. ആ ഉള്ളിലെ ബ്ലോക്കിൽപ്പെട്ട ഒന്നാണ് ഫിയർ ഓഫ് സക്സസ്. ഇല്ലേ, എന്റെ മാക്സിമം ലിമിറ്റ് ഇതാണ്. ആ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന എഫേർട്ടായി ഒരിക്കലും കണക്കൂട്ടുക. എനിക്ക് അത്രയല്ലേ ചെയ്യാൻ പറ്റൂ എന്ന് നമ്മൾ വിശ്വസിക്കരുത്. കാരണം നമുക്ക് വേണ്ടി ചെയ്യാൻ ഇന്ത്യയിലെ ഇന്നത്തെ ഏറ്റവും വലിയ സമ്പന്നനാരാ? അംബാനിയാണ്. എന്നാൽ അംബാനിക്ക് കൊടുത്ത ഒരു അഫർമേഷൻ ഉണ്ട്. അത് അംബാനിയുടെ കഴിവായിട്ട് ഒരിക്കലും കണക്കൂട്ടു. ധീരുഭായി അംബാനിക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള കാലം അധികം കിട്ടിയില്ല എങ്കിലും അദ്ദേഹമാണ് ആ ഫാമിലിയിലെ മൈൻഡ് ട്രാൻസ്ഫോർമേഷന്റെ ഉപജ്ഞാതാവ്. അദ്ദേഹം ഒമാനിലെ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന സമയത്തുണ്ടായ തോട്ട് പാറ്റേണിൽ നിന്നാണ് ഈ ചേഞ്ച് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ ചേഞ്ച് ഇന്ത്യക്ക് ഉണ്ടാകുന്നത്. ഇന്ത്യയുടെ കൺസ്യൂമർ വേൾഡിൽ വലിയ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ ആർക്ക് സാധിച്ചിട്ടുണ്ട്? ജിയോ കമ്മ്യൂണിറ്റിക്കോ റിലയൻസ് കമ്മ്യൂണിറ്റിക്കോ സാധിച്ചിട്ടുണ്ട്. ഇപ്പോ ഇന്ത്യയിൽ ഒട്ടാകെ ഭാരത് പെട്രോളിയം വ്യാപകമായി വരുമ്പം അതേ BP എന്ന് എഴുതിയിട്ട് ബ്രിട്ടീഷ് പെട്രോളിയത്തിന് ഇവിടെ ലോഞ്ച് ചെയ്ത് കൊണ്ടുവന്നത് ആ പുതിയൊരു പാറ്റേൺ ആണ്. ആ പാറ്റേൺ കൊണ്ടുവന്ന ധീരുഭായി അംബാനി അന്ന് മക്കൾക്ക് നൽകിയ ഒരു ഉപദേശമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ തയ്യാറായില്ല എങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് എടുക്കാൻ തയ്യാറായില്ല എങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഉപയോഗപ്പെടുത്തും. അവരുടെ വിജയത്തിന് വേണ്ടി അവർ നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചു കൊണ്ടേയിരിക്കും. ഹലോ, നിങ്ങളുടെ സക്സസ് പാത്തിന് വേണ്ടി വർക്കൗട്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ല എങ്കിൽ മറ്റുള്ളവർ അവരുടെ വിജയത്തിന് വേണ്ടി നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അദ്ദേഹം പബ്ലിക്കിനോടായി പറഞ്ഞു, നിങ്ങൾ സ്വന്തമായൊരു ഡ്രീം സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സ്വന്തമായൊരു ഡ്രീം ഇല്ല എങ്കിൽ മറ്റുള്ളവർ അവരുടെ ഡ്രീം ഫുൾഫിൽമെന്റിന് വേണ്ടി നിങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഐ റിപ്പീറ്റ്, നിങ്ങൾക്ക് സ്വന്തമായൊരു ഡ്രീം ഇല്ല എങ്കിൽ മറ്റുള്ളവർ അവരുടെ ഡ്രീം ഫുൾഫിൽമെന്റിന് വേണ്ടി നിങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇവിടെയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും പ്രധാനമായ ഒരു ചോദ്യമുള്ളത്. ഒരു ബിസിനസ്സുകാരൻ, ഒരു ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്നയാള് എംപ്ലോയബിലിറ്റി എൻഹാൻസ്മെന്റ് സ്കിൽ ട്രെയിനിങ് സ്റ്റാഫിന് കൊടുക്കും. എന്താ അവിടെ കൊടുക്കുന്നത്? നമ്മുടെ സ്ഥാപനത്തിന്റെ ടാർഗറ്റ് ഇതാണ്. നമ്മുടെ ബിസിനസ് ഇപ്പോ ഇന്ന മാനുഫാക്ചറിങ് കമ്പനിയാണ് നമ്മുടേത്. നമ്മുടെ ഈ വർഷത്തെ ടേൺ ഓവറിന്റെ ടാർഗറ്റ് ഇതാണ്. ഈ വർഷത്തെ ടേൺ ഓവറിന്റെ പ്ലാൻ ഇതാണ്. അതുകൊണ്ട് ഈ ടേൺ ഓവറിലേക്ക് എത്താൻ നിങ്ങൾ ഇന്ന ടാർഗറ്റുകൾ എടുക്കണം. അവിടെ ഓരോ സെയിൽസ് എക്സിക്യൂട്ടീവിന് ടാർഗറ്റ് കൊടുക്കും. എന്താ ടാർഗറ്റ്? ഇത്ര നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കണം. എന്തിന്? നമ്മുടെ കമ്പനിയുടെ ടേൺ ഓവർ ടാർഗറ്റ്, കമ്പനിയുടെ മിഷൻ ഫുൾഫിൽമെന്റിന് വേണ്ടി നിങ്ങൾ ഇന്ന ടാർഗറ്റിലേക്ക് എത്തണം. സാൻഡ്ബോക്സ് എന്നെങ്കിലും ഈ കമ്പനിയുടെ 1 ഇയർ ടാർഗറ്റ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ? നെവർ. അതാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകത. ഇവിടെ ടാർഗറ്റ് സെറ്റ് ചെയ്യേണ്ടത് നമ്മളാണ്. കമ്പനിക്ക് ഒരിക്കലും ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തിയുടെയും ബിലീഫ് പാറ്റേൺ എത്ര വലുതാണ്, അതിനനുസരിച്ചാണ് ഈ കമ്പനിയുടെ ടേൺ ഓവർ. അതാണ് ഡയറക്റ്റ് സെല്ലിംഗ് ട്രഡീഷൻ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഒരു വശം. നമ്മൾ എന്ന ഓരോ ഇൻഡിവിജ്വലിന്റെ ടാർഗറ്റ് എത്രയാണോ ആ ടാർഗറ്റിലേക്ക് നമ്മൾ എത്തുമ്പോൾ കമ്പനിക്ക് അൺപ്രഡിക്റ്റബിൾ ആയ ഒരു മിഷനിലേക്ക് കമ്പനി എത്തുന്നു എന്നതാണ് വസ്തുത. ഇവിടെ ടാർഗറ്റ് ഫിക്സ് ചെയ്യേണ്ടത് നമ്മളാണ്. അപ്പൊ ടാർഗറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ഒറ്റ പ്രശ്നമേ ഉള്ളൂ,
0 കൂടണോ കുറക്കണോ? അത് മിനിയാന്ന് നമ്മൾ ചാറ്റ് ബോക്സ് ഇട്ടപ്പോൾ നമുക്ക് മനസ്സിലായി. നമ്മുടെ ടാർഗറ്റിന്റെ 0 കൂട്ടണോ കുറക്കണോ? നമ്മൾ കണക്കൂട്ടുന്നത് എന്താണെന്നറിയോ? ഈ ഒരു നെക്സ്റ്റ് ഫൈനാൻസ് ഇയർ, ആ ഫൈനാൻസ് ഇയർ എന്റെ അക്കൗണ്ടിലേക്ക് എത്ര പണം വരണം? അപ്പൊ ഇങ്ങനെ കണക്കൂട്ടി നോക്കിയിട്ട് അതിന്റെ പ്രോഫിറ്റ് വെച്ച് കൂട്ടുമ്പോ ഇതിന് സാധ്യതയില്ല. എന്താ സാധ്യത ഇല്ലാത്തത്? ഡെയിലി ഞാനൊരു 3 months കൊണ്ട് സീഡിങ്ങിലേക്ക് വന്നാൽ തന്നെ പിന്നെയുള്ള ഏകദേശം 290 ദിവസം സീഡിങ് കിട്ടിയാൽ 290 ഇൻറ്റു 5000 ഇത്രേ വരും. ഓ, അപ്പൊ ഈ എമൗണ്ട് അപ്പൊ ഞാൻ 1 കോടി ഒന്നും എഴുതിയിട്ട് കാര്യമില്ല, 1 CR എന്ന് എഴുതിയിട്ട് ഒരു കാര്യമില്ല എന്ന് ചിന്തിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന റൂട്ടിലല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിലല്ല. അവിടെ ഒരു ഫൈനാൻഷ്യൽ അട്രാക്ഷൻ നമുക്കുണ്ട് എങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ഇൻകം സോഴ്സ് നമ്മിലേക്ക് കടന്നു വരും. ആ ഇൻകം സോഴ്സ് വരുന്നതിന് പ്രകൃതി നമ്മുടെ മുമ്പിൽ സജ്ജമാണ്. നിങ്ങൾ നോക്കൂ, ദൈവം നമ്മുടെ മുമ്പിൽ നൽകിയ അവസരം അത്രമാത്രം സമൃദ്ധിയുടെ ലോകമാണ്. ഇവിടെ എല്ലാം യഥേഷ്ടമുണ്ട്. പക്ഷേ 3% ആളുകളുടെ കയ്യിലാണ് ലോകത്തിന്റെ പണത്തിന്റെ 90% ഉള്ളത് എന്നത്. ഒന്നുകൂടി, 3% ആളുകളുടെ കയ്യിലാണ് ഏകദേശം 90% സമ്പാദ്യവും ഉള്ളത്. ഈ സമ്പാദ്യം, ഇത് ഇന്ത്യയുടെ കണക്കും വലിയ വ്യത്യാസമൊന്നുമില്ല. അവരാരും പാരമ്പര്യമായി ഈ പണത്തിന്റെ അട്ടിപ്പേർ അവകാശമുള്ളവരായിരുന്നില്ല. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന 93% ബില്യനേഴ്സ് പാരമ്പര്യമായി സാധുക്കളായിരുന്നു. ഐ റിപ്പീറ്റ്, ഇന്ന് ലോകത്ത് ജീവിക്കുന്ന 90% ബില്യനേഴ്സ് അവർ ഫസ്റ്റ് ജനറേഷൻ ബില്യനർ ആണ്, സെക്കൻഡ് ജനറേഷൻ ബില്യനർ അല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന പാറ്റേണിൽ നിന്ന് മൈൻഡ് സെറ്റിനെ പൊളിച്ചു മാറ്റാൻ ആരാണോ റെഡി ഉള്ളത്, അവരുടെ മുമ്പിൽ സമൃദ്ധമായ ഒരു സമ്പന്നതയുടെ ലോകമുണ്ട്. അത് കാണണമെങ്കിൽ നാട് മാറിയിട്ട് കാര്യമില്ല, സ്ഥലം മാറിയിട്ട് കാര്യമില്ല. ലോകത്തെ ഇന്നത്തെ ഏറ്റവും വലിയ കൺസ്യൂമർ ഹബ്ബാണ് ഇന്ത്യ. അതുകൊണ്ട് വേൾഡിലെ എല്ലാ കമ്പനികളുടെയും അട്രാക്റ്റഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അതിന്റെ കാരണം അത്രമാത്രം യങ്സ്റ്റേഴ്സ് ലോകത്ത് ജീവിക്കുന്ന ഒരു രാജ്യം ലോകത്ത് വേറെ ഇല്ല എന്നതാണ്. ഈ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുൻപിലുള്ളത്. അതുകൊണ്ട് പുറം സമൃദ്ധമാണ്, അകം ബ്ലോക്കുകൾ ഉണ്ട് എങ്കിൽ ആ ബ്ലോക്കുകളിൽ നിന്ന് മുക്തമായാലേ പുറത്തെ സമൃദ്ധി നമുക്ക് കാണും. നമ്മുടെ ചുറ്റുപാട് കാഴ്ചയില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെ പുറത്തല്ല വെളിച്ചമില്ലാത്തത്, അകത്താണ് കാഴ്ചക്ക് പ്രശ്നമുള്ളത്. അകത്തെ കാഴ്ചകൾ എപ്പോഴാണോ മാറ്റുന്നത്, കാഴ്ചയുടെ പരിമിതികൾ എപ്പോഴാണോ മാറ്റുന്നത്, പുറം നമ്മളെ പോലെ അവർക്കും സമൃദ്ധമായി കാണാൻ കഴിയും. നമ്മൾ നടക്കുന്ന വഴികളിൽ സമൃദ്ധമായ മനസ്സുമായി നടക്കുന്ന ചില ആളുകളുണ്ട്. നമ്മൾ ഓരോ പ്രശ്നങ്ങൾ കാണുമ്പോൾ അവർ ആ പ്രശ്നങ്ങൾക്കകത്ത് ഓപ്പർച്യൂണിറ്റികൾ കാണുന്നു. നമ്മൾ ഓരോ പ്രതിസന്ധികൾ കാണുമ്പോൾ അവർ ആ പ്രതിസന്ധികൾക്കകത്തെ അവസരങ്ങൾ കാണുന്നു. മാത്സ് ഒരു വലിയ പ്രോബ്ലമാണ് എന്ന് പറയുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിക്ക് ഇടയിലാണ് ഈ പ്രോബ്ലം ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ടെക്നോളജി ആകെ ലൈഫ് ചേഞ്ച് ആക്കി എന്ന് പറയുന്ന വലിയ പ്രോബ്ലത്തെ പറയുമ്പോഴാണ് ആ ടെക്നോളജി വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാൻ പാടില്ല, മൊബൈൽ അവർ ഉപയോഗിക്കുന്നത് വലിയൊരു പ്രോബ്ലമാണ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണ് ആ മൊബൈൽ ഉപയോഗിക്കുന്നതിനെ പ്രൊഡക്റ്റീവായി മാറ്റാനുള്ള വലിയ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇതാണ് അവസരങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അതിനെ നമ്മൾ ഏതു കാഴ്ചപ്പാടിലാണ് കാണുന്നത് എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് ഇന്ന് പറഞ്ഞ ഇനിയും വരെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് പറഞ്ഞ ഫൈനാൻസിന്റെ 4 ബ്ലോക്കുകൾ, ആ ബ്ലോക്കുകളിൽ നിന്ന് നമ്മൾ മുക്തമാണ് എങ്കിൽ നമ്മുടെ പുറം സമൃദ്ധമാണ്. അകത്തെ കൂടി സമൃദ്ധമാക്കാൻ നമുക്ക് കഴിയട്ടെ. സാൻഡ് ബോക്സ് അതിനുള്ള സമൃദ്ധിയുടെ ലോകമാണ്. ആ സമൃദ്ധി കാണാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് പുറം ലോകത്ത് ഒഴുകുന്നുവെന്ന് വിശ്വസിക്കുന്ന പല സമൃദ്ധിയും തേടി പലർക്കും പോകേണ്ടി വരുന്നത്. നമ്മുടെ അകം സമൃദ്ധമാണ്. സാൻഡ് ബോക്സിന്റെ അകം സമൃദ്ധമാണ്. നമ്മുടെ അകം സമൃദ്ധമല്ല എങ്കിൽ നമ്മൾ എവിടെ ചെന്നിട്ടും നമുക്ക് രക്ഷയുണ്ടാവില്ല. നമ്മുടെ അകമാണ് നമ്മൾ സമൃദ്ധിയുള്ളതാക്കി മാറ്റേണ്ടത്. ഇന്നത്തെ വെള്ളിയാഴ്ചയുടെ പ്രഭാതം അകം സമൃദ്ധമാക്കാനുള്ള മികച്ച അവസരമായി മാറട്ടെ. താങ്ക് യു ഓൾ.